KTM ഡ്യൂക്ക് എപ്പോഴും ഒരു ട്രെൻഡിങ്ങായി നിൽക്കുന്ന വണ്ടിയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് താല്പര്യമുള്ള, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന് നോട്ടമുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഇത് പവറും അതിൻ്റെ ഒരു പെർഫോമൻസും ഒക്കെ എല്ലാവർക്കും പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാകുന്നതാണ്. ആ ഒരു വണ്ടിയിൽ കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ടുള്ള, കുറച്ചുകൂടെ സ്മൂത്തറായിട്ടുള്ള, അത്രയും അഗ്രസീവ് അല്ലാത്ത ഒരു വണ്ടി കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഡ്യൂക്ക് 160 ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത്. KTM ഉദ്ദേശിക്കുന്നത് ഡ്യൂക്ക് 160 കൊണ്ട് ഇപ്പോൾ വിപണിയിൽ ആ 150, 160 സെഗ്മെൻറ്റിൽ ഫൈറ്റ് ചെയ്ത് ജയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യമഹയുടെ MTയും R15 ഒക്കെയാണ്. അപ്പോൾ R15നെ MT ഒക്കെ ബീറ്റ് ചെയ്യാനായിട്ട് ഈ ഡ്യൂക്കിന് സാധിക്കുമെന്നാണ് നമ്മളിനി പരിശോധിക്കേണ്ടത്. ഡ്യൂക്കിനൊപ്പം RC 160 ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സാധ്യത കണ്ടുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എസ്പെഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. എല്ലാവർക്കും അതിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഓട്ടോ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഡ്യൂക്ക് 200 കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് ഈ 160 ഉണ്ട്. എന്നാൽ കാഴ്ചയിലാണെങ്കിലോ 160 ഡ്യൂക്ക് 200 വലിയ ചേഞ്ച് ഇല്ല. Gen 2 ഡ്യൂക്ക് 390 ഒരുപാട് ചേഞ്ചസ് ഇല്ലാത്ത അത്രത്തോളം ചേർച്ചയുണ്ട്. അങ്ങനെ നോക്കിയാലും ലുക്ക് വൈസ് ചെറിയ പ്രത്യേകതയുള്ള കാര്യങ്ങളുണ്ട്. അതായത് 160 സെഗ്മെൻറ്റിൽ പ്രീമിയം ആയിട്ടൊരു വണ്ടി എടുക്കുമ്പോൾ ആ വണ്ടിയിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഫ്രണ്ട് മുതൽ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഹെഡ് ലാമ്പ് തന്നെ നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് പറയാൻ പറ്റും. 390 വരുന്ന Gen 2 390 കണ്ടിരുന്ന ആ 6 പാക്ക് LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. ഹീറ്റ് ഡെസിഫർ ചെയ്യാനുള്ള ലൈനിങ്സ് ഉണ്ട്. അത്തരത്തിലുള്ളൊരു ഫീച്ചറാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് കാണുമ്പോൾ അറിയാം ചെറിയ ഡിഫറൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേസ് കുറച്ചുകൂടെ വൈഡായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സ്പീഡോമീറ്റർ കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഹാൻഡിലിനെ റൈസ് ചെയ്തിട്ട് അത് കുറച്ചുകൂടെ വലിയൊരു സ്പീഡോമീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്കത് കാണുമ്പോൾ നമുക്ക് പിന്നീട് മനസ്സിലാവും. ഏതായാലും ഈ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അതൊരു 200 അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഒരു ഡ്യൂക്കിലേക്ക് വരുമ്പോൾ ആ ഒരു 390 കളറിലുള്ള ഡിഫറൻറ്റ് ഫീൽ ചെയ്യുന്നത് ഈ ലുക്സിലാണ്. അതുമാത്രമല്ല ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൽ USB ഫോർക്കിൻ്റെ കൂടെ അതിൻ്റെ ഒരു അപ്പർ സ്പേസിലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. സാധാരണ ഹെഡിലല്ല. അത് ഡ്യൂക്കിലുള്ള കോമൺ കാര്യമാണ് ഈ കാണുന്നത്. വലിയ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സംഭവമൊന്നുമല്ല. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫോർക്ക് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഫോർക്ക് USD ഫോർക്ക് തന്നെയാണ്. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡേൺ ലക്ഷറിയസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട് ഇവിടെ. സാധാരണ ഈ ഡ്യൂക്ക് 200 43 mm USD ഫോർക്കാണ് വരുന്നത്. പക്ഷേ ഇവിടെ 37 mm USD ഫോർക്കാണ് വരുന്നത്. കുറച്ചുകൂടെ ലൈറ്റർ വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതിൻ്റെ വെയിറ്റ് റിഡക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടി കമ്പനി ചെയ്തതാണ്. പിന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം ബാക്കിയുള്ള സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ നോക്കുമ്പോൾ എല്ലാത്തിനും ഒരു 37 mm USD ഫോർക്ക് തന്നെയാണ് വരുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് വരുമ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന റോഡ് അത് കുറച്ച് ഹോളോ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ആ ഹോളോ ആയിട്ടുള്ള റോഡാണത്. വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായി തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് നോക്കുക. ഡിസ്ക് റോട്ടർ പെറ്റൽ ഡിസ്ക് റോട്ടറാണ് വരുന്നത്. ഇതിൻ്റെ വരുന്നത് ഏകദേശം ഒരു 320 mm ആണ്. ഡ്യൂക്ക് 390 ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് റോട്ടറാണ് വരുന്നത്. ബൈബ്രേഡ് ബ്രേക്ക് പാഡ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ അലോയ്സ് വരുമ്പോൾ കുറച്ചുകൂടി ലൈറ്റർ ആക്കിയിട്ടുണ്ട്. അലോയ്സും വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അതായത് ഡ്യൂക്ക് 200 കമ്പയർ ചെയ്യുമ്പോൾ ഒരു 12 കിലോഗ്രാം വെയിറ്റ് കുറച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 147 കിലോഗ്രാമാണ് ഇതിൻ്റെ ടോട്ടലി വെയിറ്റ് ഈ വണ്ടിക്ക് വരുന്നത്. 160 cc വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ സൈസ് 110 സെഷൻസ് ആണ് വരുന്നത്. ബാക്കിലേക്ക് വരുമ്പോൾ 140 സെഷൻസ് ആണ്. അവിടെയും റിഡക്ഷൻ വന്നിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് അത് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ഒരു ഡ്യൂക്ക് 200 അല്ലെങ്കിൽ Gen 2 390 കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരു സ്റ്റിക്കർ വൈസ് മാത്രമാണ് നമുക്കൊരു വ്യത്യാസം ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. സാധാരണ ഡ്യൂക്ക് എൻതൂസിയാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് കൂടുതൽ കണ്ടെത്താൻ പറ്റുമായിരിക്കും. സാധാരണ ഒരു നോർമലി ഈ സെഗ്മെൻറ്റിലെ ബൈക്കുകൾ നോക്കുന്നവർക്ക് ഇതൊരു 160 cc ബൈക്കാണെന്ന് ഫീൽ ചെയ്യത്തില്ല. അതിന് മാത്രമുള്ള ഒരു ലുക്കും സ്ട്രക്ചറും ഒക്കെ ഈ വണ്ടിക്കുണ്ട്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ റൈസ്ഡ് ആണ്. സാധാരണ ഡ്യൂക്കിൽ വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും നമുക്കിനി എക്സ്ട്രാ ആയിട്ട് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 200 വരുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടാങ്ക് സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 10 ലിറ്റേഴ്സ് 10.2 ലിറ്റേഴ്സാണ് വരുന്നത്. ഏകദേശം 11 ലിറ്റർ വരെ നമുക്കത് ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ചെറിയ ടാങ്കാണ്. പക്ഷേ ടാങ്ക് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ വലിയ ഇഷ്യൂസ് വരുന്നില്ല. അത്യാവശ്യം ബെറ്ററാണ്. അത് ഫ്യൂൽ എഫിഷ്യൻസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ബോഡിയുടെ സൈഡ് പാനൽ മൊത്തം നോക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ട്രെല്ലിസ് ചാസീസാണ് വരുന്നത്.
അത് നമുക്ക് കണ്ട് പരിചയമുള്ള ഡ്യൂക്കിൽ എപ്പോഴും വരുന്ന പോലത്തെ ട്യൂബ്ലാറായിട്ടുള്ള ഒരു ചാസിയാണ് വരുന്നത്. അതിൻ്റെ പോലെ ഉള്ള ട്യൂബ്സ് എല്ലാം വന്നിട്ടുണ്ട്. ഇതും കുറച്ചുകൂടെ സൈസ് ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതായത് മറ്റ് ഡ്യൂക്കുകൾ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെയും ചേഞ്ചസ് കമ്പനി വരുത്തിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ബജാജിലേക്ക് KTM കുറേ മേജർ ഷെയർസിലൊക്കെ പോകുമ്പോൾ അതിനുശേഷം വരുന്ന അപ്ഡേഷൻസിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അതായത് 160 അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു മോഡലാണ്. അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് വെയിറ്റ് റിഡക്ഷനും കോസ്റ്റ് റിഡക്ഷനും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് വരുമ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ ആ എഞ്ചിൻ്റെ പൊസിഷനിങ് എല്ലാം കാണുമ്പോൾ അറിയാം. നമുക്ക് ഏകദേശം ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഡ്യൂക്ക് 125 എഞ്ചിന് വരുത്തിയ കുറച്ച് ചേഞ്ചസ് ആണ്, ഒരു അപ്ഡേഷൻ എന്ന് വേണം നമുക്ക് പറയാനുള്ളത്. അതേതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ഇനിയും മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ കുറച്ചുകൂടെ അപ്ഡേറ്റഡ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ ഫുഡ് പെക്സ് ആയാലും ഇതിൻ്റെ ബാക്ക് സ്വിംഗ് ആമായാലും എല്ലാം നമുക്കൊരു ഡ്യൂക്ക് 200 ഫീൽ തന്നെയാണ്. റബ്ബർ ബുഷുള്ള ഫുഡ് പെക്കാണ് വെച്ചിട്ടുള്ളത്. ഏതായാലും അത് നോർമലായിട്ട് നമ്മൾ സാധാരണ ഡ്യൂക്കിലൊക്കെ കണ്ടുവരുന്നതാണ്. ഇതിന് വലിയൊരു മാറ്റം പറയാനില്ല. പിന്നെ ഇതിൻ്റെ അണ്ടർ ബെല്ലി എക്സോസ്റ്റ്, അത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാൽ ഒരു പൊല്യൂഷൻ നോംസിൻ്റെ കാരണം കൊണ്ട് പുതിയ ഡ്യൂക്കിൽ പഴയ ഡ്യൂക്കിൻ്റെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. നമുക്ക് അണ്ടർ ബെല്ലി എക്സോസ്റ്റ് എന്ന് കേൾക്കുമ്പോഴും ഡ്യൂക്ക് എന്നുള്ളൊരു മോഡലിനെ കുറിച്ച് കേൾക്കുമ്പോഴും നമുക്ക് എപ്പോഴും തോന്നുന്നതാണ് അത്രയും നല്ല ഒരു പെർഫോമൻസിന് കൂടെ നല്ലൊരു സൗണ്ട്, ഒരു എക്സോസ്റ്റ് സൗണ്ട് കിട്ടുമെന്ന്. പക്ഷേ അത്രത്തോളം ഇല്ല, എന്നാലും കുറച്ചുകൂടെ സൗണ്ട് കിട്ടും. നമുക്കത് റൈഡ് എക്സ്പീരിയൻസ് പറയുമ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും പറ്റും. പിന്നെ സ്വിംഗ് ആമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ സ്വിംഗ് ആംസ് അലുമിനിയം കാസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടുന്ന മറ്റ് വണ്ടികൾ പോലെയുള്ള കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള സ്വിംഗ് ആംസ് തന്നെയാണ് വരുന്നത്. ബാക്ക് ടയേഴ്സിലേക്ക് വരുമ്പോൾ അവിടെയും ഉണ്ട് ചേഞ്ചസ്. സാധാരണ ഡ്യൂക്ക് 200 390 വരുന്ന പോലെ തന്നെ ഡ്യൂക്ക് 125 ആയിരുന്നപ്പോഴും ബാക്ക് ടയേഴ്സ് 150 സെഷൻസാണ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ MRFിൻ്റെ റിവേഴ്സ് ടയേഴ്സാണ് കിടക്കുന്നത്. പക്ഷേ പുതിയ അപ്ഡേറ്റ് ആണ്, 140 ആണ്. സൈസ് കുറച്ചുകൂടെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് റിഡക്ഷൻ്റെ ഭാഗമായിട്ട് അവിടെയും അലോയ്സിൽ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെ 140/60 സെഷനാണ്. ഓൾമോസ്റ്റ് നമ്മൾ FC-യിലൊക്കെ കണ്ട് ശീലമുള്ള ടയർ സൈസാണ്. അപ്പോൾ അതിൻ്റെ FC-യിലേക്ക് ഇതിൻ്റെ ടയർ പ്രിഫർ ചെയ്യാം, ആളുകൾക്ക് മാറ്റണമെങ്കിൽ അങ്ങനെയും പ്രിഫർ ചെയ്യാൻ പറ്റുന്നൊരു ടയറാണ്. MRFിൻ്റെ പുതിയൊരു മോഡലാണ് റിവേഴ്സിൻ്റെ. പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിസ്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഡിസ്ക് 230 mm ഡിസ്ക്കാണ്. സാധാരണ ഈ ഒരു സെഷനിൽ സാധാരണ കാണുന്ന പോലത്തെ ഉള്ള ഒരു പെർഫോമൻസ് ബൈക്കിൽ വരുന്ന ഡിസ്ക്കാണ്. ഡുവൽ ചാനൽ ABS സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ ഒരു പ്രീമിയം തന്നെയാണ്, ഈ സെഗ്മെൻറ്റ് വൈസ് പ്രീമിയം തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഓവറോൾ ഡിസൈൻ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നോർമലി ഒരു ഡ്യൂക്കിൻ്റെ ഒരു 200 അല്ലെങ്കിൽ 390 വരുമ്പോൾ ജെൻ 2 390 കണ്ടിരുന്ന ഒരു ലുക്ക് തന്നെയാണ് നമുക്കത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഗ്രാബ് റെയിലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ള ഗ്രാബ് റെയിലാണ്. നമുക്കത് അത്യാവശ്യം ഒരു റൈഡിലേക്ക് പോകുമ്പോൾ പില്ലിയന് വലിയ കംഫർട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ട, എന്നാലും ഒരു പില്ലിയനുമായിട്ട് പോകുമ്പോൾ അത്യാവശ്യം ഗ്രാബ് റെയിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. ഡ്യൂക്ക് 160യുടെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം നോക്കുകയാണ്. അതായത് ഈ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് റൈഡ് കംഫർട്ട് ഉണ്ടോ, റൈഡ് ക്വാളിറ്റി ഉണ്ടോ, എങ്ങനെയാണെന്നൊക്കെ നോക്കാം. ടോട്ടലി നോക്കുമ്പോൾ നമുക്കറിയാം സീറ്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സീറ്റ് വൈഡർ സീറ്റാണ്, കുറച്ചുകൂടെ വൈഡർ സീറ്റാണ്. എന്നാലും നമുക്കൊരു കംഫർട്ട് ലെവലിലേക്ക് പോകുമ്പോൾ ഒരു യമഹ FC ആ ഒരു റേഞ്ചിലേക്കൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട. പക്ഷേ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള MT ആയിട്ട് നോക്കിയാലും ഒരു RM5 ആയിട്ട് നോക്കിയാലും ആ സീറ്റിൻ്റെ വൈഡൊക്കെ അത്യാവശ്യം വിട്ടൊക്കെ വൈഡാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത സീറ്റ് തന്നെയാണ്. പക്ഷേ സീറ്റിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഹാർഡ് സൈഡിലേക്കാണ്, കുറച്ചുകൂടെ ഹാർഡറായിട്ടുള്ള സീറ്റാണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ലോങ് റൈഡ്സിൽ ഇത് ബെനിഫിറ്റ് ആണെന്ന് വെച്ചാൽ ഏറെക്കുറെയൊക്കെയാണ്. പക്ഷേ പില്ലിങ് കംഫർട്ട് അല്പം കുറവാണ്. എന്നാലും റൈഡറിനെ സംബന്ധിച്ചോടെ ഈ ഹാർഡർ സീറ്റ് ഓക്കെയാണ്. പക്ഷേ സിറ്റി റൈഡ്സിൽ കൂടുതൽ ബെറ്റർ, കുറച്ചുകൂടെ സോഫ്റ്റ് സീറ്റാണ്. നമുക്ക് വേണമെങ്കിൽ അത് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ടൈപ്പ് ഓഫ് അഗ്രസീവ് മെഷീനിൽ വരുന്ന രീതിയിലുള്ള സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകൾക്ക് ഈ ഒരു ടൈപ്പ് സീറ്റ് തന്നെയായിരിക്കും കൂടുതൽ താല്പര്യം വരുന്നത്. ബാക്ക് കുറച്ചൊരു അപ്ലിഫ്റ്റ് ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം നോർമലി ഇതിന് ഒരു ടയർ ഹഗറും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മളത് വിടുന്നത്. സിറ്റിംഗ് പോസ്റ്ററിനെ കുറിച്ച് പറയുമ്പോഴും കുറച്ചുകൂടെ കാര്യമായിട്ട് നമുക്ക് പറയാനുണ്ട്. അതായത് ഡ്യൂക്ക് 200 390 പോലെയുള്ള വണ്ടികൾ കൂടുതലായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. പിന്നെ അപ്രൈറ്റ് പൊസിഷനാണ് അപ്പർ ബോഡി, ലോവർ ബോഡി കുറച്ചുകൂടെ സ്പോർട്ടിയർ ആയിരിക്കും. അത് നമുക്ക് ഇരുന്ന് തന്നെ നോക്കി സംസാരിക്കാൻ പറ്റും.
പുതിയ ഡ്യൂക്ക് 160യുടെ പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ച് പറയാം. അതായത് ഈ വാഹനം നമ്മുടെ ഡെയിലി ലൈഫിന് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉപയോഗങ്ങൾ, അല്ലെങ്കിൽ ഈ വാഹനം നമുക്ക് എന്തൊക്കെ കണ്ട് നമുക്ക് പ്രിഫർ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോൾ ടോട്ടലി ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ ഒരു സിറ്റിംഗ് പോസ്റ്റർ തന്നെയാണ്. അതായത് ഡെയിലി ലൈഫിന് യൂസ് ചെയ്യാനും ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റിംഗ് പോസ്റ്ററാണ് ഈ ഡ്യൂക്ക് 160ക്ക് വന്നിട്ടുള്ളത്. 160 മാത്രമല്ല, 200, 390, 250 എല്ലാ വേരിയൻറ്റിലും, അല്ലെങ്കിൽ ഇനി അതിന് മേളിലേക്ക് പോയാലും ഡ്യൂക്ക് വേരിയൻസിലെല്ലാം വരുന്നത് അപ്പർ ബോഡി അപ്ലിഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിരിക്കാം. അപ്രൈറ്റ് പൊസിഷനാണ്. ഹാൻഡിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും, കുറച്ചുകൂടെ അപ്രൈറ്റ് ആണ്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ലോങ് റൈഡ്സിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷേ ലോവർ ബോഡിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ലെഗ് സ്പേസ് എന്ന് പറയുന്നത് കുറച്ച് ബാക്കിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള ഒരു ലുക്ക് വൈസുള്ള ഒരു വ്യത്യാസമുണ്ട്. അതായത് സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഡ്യൂക്കിലേക്ക് വരുമ്പോഴത്തേക്ക് നോർമലി ഈ ഒരു ടൈപ്പ് തന്നെയാണ്. അതായത് ഡ്യൂക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ മാർക്കറ്റിൽ. അത് നമ്മൾ കേട്ട് വരുമ്പോൾ അറിയാം. സാധാരണ ഈ ഡ്യൂക്കിൻ്റെ മാത്രമല്ല, KTMൻ്റെ അവരുടെ റേസിംഗ് കാര്യങ്ങൾക്ക് വേണ്ടി, പർപ്പസിന് വേണ്ടി അവർ ഫണ്ട് കണ്ടെത്തുന്നത് പോലും ഇന്ത്യൻ മാർക്കറ്റിലെ സെയിൽ നോക്കിയിട്ടാണ്. അപ്പോൾ അത്രത്തോളം ഇന്ത്യൻ മാർക്കറ്റ് KTMുമായിട്ട് ചേർന്ന് കിടക്കുവാണ്, അവർ ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു 390 സീരീസാണ് ഏറ്റവും കൂടുതൽ സെല്ലിംഗ് ആയിട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഒരു വലിയ ലാഭം കിട്ടുന്നത്. അപ്പോൾ 390 മാത്രമല്ല, 200 ആയാലും 250 ആയാലും ഈ 125 ആയിരുന്നപ്പോൾ പോലും 125 കമ്പാരിറ്റീവ്ലി ഒരു തോറ്റുപോയ ഒരു വേർഷനാണ്. അധികം ആളുകളിലേക്ക് എത്തുന്നില്ല. കാരണം ഏറ്റവും എൻട്രി സെഗ്മെൻ്റ് ആയിരുന്നു, പക്ഷേ വില കൂടുതലായിരുന്ന ഈ വാഹനത്തിന് ഡിമാൻഡ് കുറഞ്ഞു. പിന്നീട് ഇപ്പം 160യിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ഇന്ത്യൻ മാർക്കറ്റിനെ എസ്പെഷ്യലി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇപ്പോൾ എത്തുമ്പോൾ 160 എത്തിയിട്ടുണ്ട്. ഇനി അത് ഗ്ലോബലി വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഉണ്ടാകും. പക്ഷേ ഇന്ത്യയിലായിരിക്കും ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റീസൺസ് പറയുന്നത് ഒന്ന് ഇതിൻ്റെ യൂസാണ്. അതായത് അപ്രൈറ്റ് പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് യൂസ് ചെയ്യാം, ലോങ് റൈഡ്സിന് അത്യാവശ്യം യൂസ് ചെയ്യാം. അത് പവറും ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിൻ്റെ നമ്മുടെ ലെഗ്സ് പൊസിഷൻ എന്ന് പറയുന്നത് എന്നെ പോലെയുള്ളൊരു ഹൈറ്റുള്ള ഒരാൾക്ക്, അതായത് ഞാൻ ഒരു 5'10" ഒക്കെ ഉള്ള ഒരു 5'8" അങ്ങനെയുള്ളവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ കുറച്ചുകൂടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് കുറച്ച് ഇറിറ്റേഷൻ ആയിരിക്കും. പക്ഷേ ഇന്ത്യൻസിൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് നോർമലി വളരെ കംഫർട്ടായിരിക്കും. കുറച്ചുകൂടെ ഹൈറ്റ് കുറഞ്ഞവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. ഏതായാലും സീറ്റ് ഹൈറ്റ് ആയാലും അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള സീറ്റ് ഹൈറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ തൈ സ്പേസിന് വേണ്ടി അധികം വിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഹൈറ്റ് കുറവുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റാണ്. ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ ടാങ്ക് ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു 10 ലിറ്റർ കപ്പാസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടാങ്ക് റേഞ്ച് എന്തായാലും കുഴപ്പമില്ല. ഏകദേശം ഒരു 400 കിലോമീറ്ററിനടുത്ത് ടാങ്ക് റേഞ്ച് കിട്ടും. അപ്പോൾ അതേ ഒരു വീക്കെൻഡ് ടൂറിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ പ്രീമിയമായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൺസോള് അതുപോലെയുള്ള കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുമ്പോഴത്തേക്ക് ഫുള്ളി LCD ആണ്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് 200 ഡ്യൂക്ക് 200ലും അല്ലെങ്കിൽ 250 ആയാലും 390 ആയാലും എല്ലാ മോഡൽസിലും ഇപ്പോൾ TFT സ്ക്രീൻസ് വന്നിട്ടുണ്ട്. 200 Pro എന്ന് പറഞ്ഞ സെഗ്മെൻറ്റിലൊക്കെ അത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഒരു LCD ക്ലസ്റ്ററാണ് വന്നിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം വൈഡറായിട്ട് ബിഗർ ആയിട്ടുള്ള സ്ക്രീനാണ്. അത് അപ്രൈറ്റായിട്ട് മുകളിലേക്ക് വയ്ക്കുവാണ്. നമുക്ക് വളരെ ഈസി വിസിബിളാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ കീ വരുന്ന ഡ്യൂക്ക് ബാക്കിയുള്ള മോഡൽസ് Gen 2 മുതലുള്ള മോഡൽസിൽ വരുന്ന കീ സെറ്റ് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് അതിനൊന്നും വലിയ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ മിറേഴ്സിൻ്റെ കാര്യം, മിറേഴ്സ് പറയുമ്പോൾ നോർമലി KTMന് കണ്ടുവന്നിട്ടുള്ള പഴയ ടൈപ്പ് മിറേഴ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഡ്യൂക്ക് 200ലും ഇതിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ Gen 2ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ Gen 3യിലേക്ക് വരുമ്പോൾ ഡോമിനാറിൻ്റെ ടൈപ്പ് ഓഫ് മിറേഴ്സൊക്കെയാണ് ഡ്യൂക്ക് 250ലും 390യിലൊക്കെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിയൊരു കാര്യം, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു ജോയ്സ്റ്റിക് ടൈപ്പ് ഓഫ് സ്വിച്ച് ഗിയേഴ്സ് ആണ് വരുന്നത്. അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആൻഡ് അപ്ഡേറ്റഡ് ആണ് നമുക്ക് പറയാം. ഒരു ഡ്യൂക്ക് 160 സീരീസ് ഒരു ബേസിക് ആയിട്ടുള്ള വണ്ടിയിൽ ഇതൊക്കെ വരുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യമാണ്. റൈഡിംഗ് പൊസിഷനൊക്കെ നമ്മൾ ഡെയിലി ലൈഫിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, ബെറ്ററാണ്. പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് പറയേണ്ടത് അതുകൊണ്ട് ഈ സൈഡിൽ സ്വിച്ച് ഗിയേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നോർമലി മെയിനായിട്ട് നമുക്ക് ABS ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഡ്യുവൽ ചാനൽ ABS ആണ്. നമുക്ക് ABS ഓൺ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് സേഫ്റ്റി ഉണ്ട്. ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ അക്രമം കാണിക്കാനും ഒക്കെ പറ്റുന്ന ഒരു വണ്ടിയാണ്. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് കുറച്ചുകൂടെ ഒരു ഹൈപ്പ് കിട്ടാൻ ഫീൽ ചെയ്യുന്നുള്ളൊരു വണ്ടി തന്നെയാണ്. പക്ഷേ വീട്ടുകാർ ഈ വണ്ടി എടുത്ത് തരില്ല എന്ന് പറയുന്ന സിറ്റുവേഷനിൽ പൊതുവേ ഡ്യൂക്ക് കിട്ടാതെ പോകുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വെറും 160cc മാത്രമേ ഉള്ളൂ. 160cc സെഗ്മെൻറ്റിലുള്ളൊരു വണ്ടി ആയതുകൊണ്ട് അത്രത്തോളം അഗ്രസീവായിട്ടല്ല എന്ന് പറഞ്ഞ് നമുക്ക് വീട്ടിൽ കൺവിൻസ് ചെയ്ത് വാങ്ങാൻ പറ്റും.
യങ്സ്റ്റേഴ്സിന് കൂടുതൽ പ്രിഫർ ചെയ്യുക. ഒരു 20-25 ഏജിലുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു 18-25 ഏജിലുള്ളവർക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. ആ ഒരു രീതിയിലാണ് എടുക്കുന്നത്. എൻട്രി ലെവൽ ബൈക്കാണ്. ആ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയായിട്ട് കണ്ടാൽ മതി എന്ന് വേണം എടുത്ത് പറയേണ്ടത്. പിന്നെ ഇതിൻ്റെ ബ്രേക്കിങ്ങും പെർഫോമൻസും എഞ്ചിൻ്റെ കാര്യമൊക്കെ നമ്മളിനി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു റൈഡിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഡ്യൂക്ക് 160യുടെ എഞ്ചിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരു 164.4 cc എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 160+ പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ്. പിന്നെ 19 bhp ഹോഴ്സ് പവർ വരുന്നുണ്ട്. പിന്നെ 15.5 ന്യൂട്ടൺ മീറ്റർ ടോർക്കും വരുന്നുണ്ട്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഓൺ പേപ്പറിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ് ഇതിൻ്റെ പെർഫോമൻസ്. പക്ഷേ നമ്മൾ നോക്കണം, MT-15 കോമ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചില സമയങ്ങളിൽ MT ഔട്ട് പെർഫോം ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഡ്യൂക്കുമായിട്ട് നമ്മളൊരു റൈഡിങ് എക്സ്പീരിയൻസ് കുറച്ച് ഡിഫറെൻ്റ് ആകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഓൺ പേപ്പേഴ്സിൽ ഡ്യൂക്ക് 160 തന്നെയാണ് കുറച്ചുകൂടെ പെർഫോമൻസ് ആയിട്ടുള്ളത്. പിന്നെ ചിലർക്ക് ഡൗട്ടുണ്ട്, ഒരു പൾസർ 160യുടെ എഞ്ചിനാണോ ഇതിൽ വരുന്നതെന്ന്. ഒരിക്കലും അല്ല, ഇതൊരു ന്യൂ എഞ്ചിൻ തന്നെയാണ്. കാരണം ബജാജ് മേജർ ഷെയർസ് KTM നിന്ന് വാങ്ങിയത് കൊണ്ടുള്ള സംശയം പലപ്പോഴും ഉണ്ട്. അതായത് ഒരുപാട് റീൽസൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇതിൻ്റെ എഞ്ചിൻ്റെ പല പോർഷനിലും ബജാജ് എന്നുള്ള ഒരു പഞ്ചിങ് ഉണ്ട്. അപ്പോൾ ബജാജിൻ്റെ ഒരു എഞ്ചിൻ തന്നെയാണോ എന്നുള്ള സംശയങ്ങൾ. എന്നാൽ അതല്ല, ബജാജിൻ്റെ എഞ്ചിനേ അല്ല, ഇതൊരു കംപ്ലീറ്റ്ലി ഒരു വേറെ പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിൻ തന്നെയാണ്. അത്രയും പെർഫോമൻസ് ഉള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ 160 cc ഫ്രഷ് എഞ്ചിൻ നമുക്ക് പറയാം. പിന്നെ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു 4 valve എഞ്ചിനാണ്. സിംഗിൾ സിലിണ്ടറാണ്. സിംഗിൾ സിലിണ്ടറിൽ കിട്ടാനുള്ള ഔട്ട്പുട്ടൊക്കെ കിട്ടും. ഈ ഒരു പക്ഷേ അത്രയും അഗ്രസീവായിട്ടുള്ളൊരു എഞ്ചിൻ ആയിരിക്കില്ല എന്നുള്ളത് വളരെ ഉറപ്പാണ്. കുറച്ചുകൂടെ സ്മൂത്തായിട്ടുള്ളൊരു വണ്ടിയായിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. നേരത്തെ റൈഡ് ചെയ്ത് നോക്കിയപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് റൈഡ് ചെയ്യുമ്പോൾ അത് എന്തായാലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് സെഗ്മെൻറ്റ് വണ്ടിയാണ്. അതായത് R15 MT-15 കമ്പയർ ചെയ്യുമ്പോൾ അതിനൊപ്പമൊക്കെ മത്സരിപ്പിക്കാൻ പറ്റിയ ഒരു വണ്ടിയായിട്ട് മാത്രം കൺസിഡർ ചെയ്യുക. 160 സെഗ്മെൻറ്റിൽ ഒരു പ്രീമിയം ആയിട്ട് പറയാം. അതായത് ഇത്രയും വലിയ ഡിസ്ക് റൂട്ടേഴ്സ് കൊടുക്കുന്ന വണ്ടി ഈ സെഗ്മെൻറ്റിൽ ഉണ്ടാകത്തില്ല. പക്ഷേ അതുപോലെ തന്നെ ഇത്രയും ലൈറ്റർ വെയിറ്റ്, ടോട്ടൽ എഞ്ചിൻ വെയിറ്റ് വരെ കുറച്ചിട്ടുണ്ട്. കാരണം എഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 125 cc ഡ്യൂക്കിലെ എഞ്ചിനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടാണ്, കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് പവർ കൂട്ടിയിട്ടുള്ള ഒരു എഞ്ചിനാണെന്ന് വേണം നമുക്ക് കൺസിഡർ ചെയ്യാൻ. അതാണ് ഇതിൻ്റെ ശരിക്കുമുള്ള ഒരു റീസൺ ഈ എഞ്ചിൻ്റെ പെർഫോമൻസിൻ്റെ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് എന്ന് ഡ്യൂക്കിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ബാക്കിൽ മോണോഷോക്ക് സസ്പെൻഷനാണ്, ഫ്രണ്ടിൽ USB ഫോർക്കാണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റും കിട്ടും, റൈഡിങ് ഇമ്പാക്റ്റും കിട്ടും. ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു എഞ്ചിൻ സൈഡിൽ നിന്ന് ഭാഗത്ത് നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഏറ്റവും വലിയ കാര്യങ്ങൾ. ഡ്യൂക്ക് 160യുടെ റൈഡിങ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമുക്ക് അപ്രൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ സിറ്റിംഗ് പോസ്ചർ കുറച്ചുകൂടെ കംഫർട്ടബിളാണ്, റിലാക്സ്ഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ലോവർ ബോഡി കുറച്ചുകൂടെ അപ്ലിഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ സ്പോർട്ടി ഫീലിംഗ് കിട്ടുന്നുണ്ട്. MT-15 R15 അതുപോലെയൊക്കെ നോക്കുമ്പോൾ ഏകദേശം അതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു സ്പോർട്ടി ഫീലുണ്ട്. പക്ഷേ സീറ്റ് കംഫർട്ടും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെയാണ്, വലിയ രീതിയിലുള്ള വ്യത്യാസമില്ല. പക്ഷേ റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ഡ്യൂക്ക് 200 അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വാഹനങ്ങൾ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റെവിങ് ഫീലോ അല്ലെങ്കിൽ അതിൽ കിട്ടുന്ന ഒരു റോ ആയിട്ടുള്ള വൈബ്രേഷൻസോ അധികം ഇതിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പറയേണ്ടത്. അതൊരു ഡ്യൂക്കാണ് ഓടിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യില്ല. കൂടുതലും നമുക്ക് കുറച്ച് വൈബ്രേഷൻ ഉള്ള ഒരു വണ്ടിയായിട്ട് ഫീൽ ചെയ്തില്ല. ഒരു ജാപ്പനീസ് മേക്കിംഗ് വാഹനങ്ങൾ പോലെ, ജാപ്പനീസ് മേക്കേഴ്സ് കൊണ്ടുവരുന്ന ബൈക്സ് പോലെ കുറച്ചുകൂടെ റിഫൈൻഡ് ആണ് നമുക്ക് കമ്പാരിറ്റീവ്ലി പറയാം. ഡ്യൂക്കിൻ്റെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിൻ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് 160 ആണെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പറയാൻ പറ്റും. അത്രത്തോളം റിഫൈൻഡ് ആണ് കമ്പാരിറ്റീവ്ലി ഡ്യൂക്ക് അതർ സീരീസ് ഡ്യൂക്കിൻ്റെ. പിന്നെ ഇതിൻ്റെ ഒരു വൈഡർ ഹാൻഡിൽ ബാർസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വരും. പിന്നെ ഇതിൻ്റെ സിറ്റിംഗ് പോസ്ചർ മാത്രമല്ല, നമ്മുടെ കുറച്ച് ടാങ്കിലേക്ക് ഹഗ് ചെയ്തിരിക്കുമ്പോൾ കോൺഫിഡൻസ് ലെവലിലൊന്നും ഒരു കുറവുമില്ല. പിന്നെ ടയർ സൈസ് 150 നിന്ന് 140 കുറച്ചപ്പോൾ തന്നെ നമുക്ക് റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ഈസിലി ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനും നമുക്ക് ഈസിലി സ്വിച്ച് ചെയ്ത് ഓടിക്കാനൊക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഡയറക്ഷൻ ചേഞ്ച് മാനർ ചെയ്ത് ഓടിക്കാനൊക്കെ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ വണ്ടിക്കുള്ളത്. അതുകൊണ്ട് സിറ്റി റൈഡിങ്ങിന് ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം, വൺ ഓഫ് ദി ബെസ്റ്റ്. ഇനി വേറെയും വാഹനങ്ങൾ ഇതുപോലെ ഉണ്ട്. കംഫോർട്ടിലേക്കാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കംഫോർട്ട് റൈഡിങ് ആണെങ്കിൽ ഈ ഡ്യൂക്കിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആണെങ്കിൽ നമ്മൾ യമഹ FC പോലെയുള്ള വണ്ടികൾ നോക്കണം. അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്കുള്ള വണ്ടികൾ കുറച്ചുകൂടെ റോ പവറാണ് നോക്കണമെങ്കിൽ നമുക്ക് MT കുറച്ചുകൂടെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ടോർക്കി ഫീൽ, അതായത് ടോർക്കിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് റൈഡ് ചെയ്യാൻ പറ്റിയത് ഡ്യൂക്ക് 160 ആയിരിക്കും.
ആ ഒരു സെഗ്മെൻറ്റിൽ. അതായത് വണ്ടി ലോ ആൻഡ് ടോർക്കൊക്കെ അത്യാവശ്യം നല്ല ബെറ്ററാണ്. മിഡ് എൻഡിലേക്ക് വരുന്നത് വരെ ഒരുവിധം ടോർക്ക് നമുക്ക് കൂടുതൽ പെർഫോമൻസ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. ഇനിഷ്യൽ പിക്കപ്പ് നല്ലതാണ്, പക്ഷേ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ മേളിലേക്ക് ഓടി കയറുമ്പോൾ ഉള്ള ഒരു പിക്കപ്പിൽ വ്യത്യാസമുണ്ട്. നമ്മൾ അത്ര എക്സ്പെക്റ്റ് ചെയ്യുന്ന അത്രയേറെ പവറില്ല. അപ്പം യങ്സ്റ്റേഴ്സ് കൂടുതലും ഒരു ഡ്യൂക്ക് ഓടിക്കണം എന്ന ആഗ്രഹമാണ്. വീട്ടുകാരെ കൺവിൻസ് ചെയ്യണമെങ്കിൽ 160 ഈസ് എ ബെസ്റ്റ് ചോയ്സ്. അല്ലാതെ റോ പവർ വേണം, ഒരു ബിഗിനറല്ല, നമ്മളൊരു ഹൈലി പെർഫോമൻസ് ആയിട്ടുള്ള വണ്ടി ഓടിക്കണം ആഗ്രഹിക്കണം, അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി പ്രിഫർ ചെയ്യരുത്. അതാണ് എടുത്തു പറയേണ്ടത്. അതായത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മൾ പ്രിഫർ ചെയ്യാതെ ഡ്യൂക്ക് 200ലേക്ക് 250ലേക്ക് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്ററായിട്ട് പറയാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു ടോപ്പിൻ്റെ കയറുന്നതൊക്കെ ഏകദേശം ഒരു 120-124 വരെയൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. പക്ഷേ 100ലേക്ക് അധികം പുഷ് ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ ഒരു 70-80യിലൊക്കെ ഓടിക്കാം, ഒരു 90യിലൊക്കെ ക്രൂസ് ചെയ്യാൻ പറ്റും. ക്രൂസബിൾ ആയിട്ടുള്ളൊരു വണ്ടിയാണോ എന്ന് വെച്ചാൽ ഓക്കെ, വലിയ കുഴപ്പമില്ല. നമുക്ക് വീക്കെൻഡ് ടൂറിലും ഡെയിലി കമ്മ്യൂട്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ബാക്ക് ബ്രേക്ക് അത്രത്തോളം സപ്പോർട്ടീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, വലിയ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നില്ല. പിന്നെ ഈ അഗ്രസീവായിട്ടുള്ള വണ്ടികൾക്കൊക്കെ ആ ടൈപ്പ് ഓഫ് ബ്രേക്സ് നമുക്ക് ഓക്കെയാണ്, കാരണം ഫ്രണ്ട് ബ്രേക്കാണ് നമ്മുടെ മെയിൻ സംഭവം. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ബ്രേക്കാണ്. നമുക്ക് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നത്. സസ്പെൻഷൻ ആയാലും ഈ ടഫർ റോഡ്സിൽ വലിയ ഗുണമായിട്ട് തോന്നുന്നില്ല, പക്ഷേ കോർണറിങ്ങിന് നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. കോർണറിൽ നമുക്ക് നല്ല ഗുണമായിട്ട് തോന്നുന്നുണ്ട്, അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നുണ്ട്. ഒരു 140 സെഷൻ ടയേഴ്സ് ബാക്കിലുള്ളതുകൊണ്ടും ഫ്രണ്ടിൽ ഒരു 110 സെഷൻ ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോർണറിങ് ഒരു കോൺഫിഡൻസ് തരുന്നൊരു വണ്ടിയാണ്. MRFൻ്റെ ടയേഴ്സാണ്, അത് ബെറ്റർ പെർഫോമൻസ് ഈ ഒരു പെർഫോമൻസിൽ അത് ധാരാളമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും അതിൻ്റെ ലൈറ്റിൻ്റെ വിസിബിലിറ്റീസ് അതൊക്കെ നല്ല വിസിബിളായിട്ടുള്ള ലൈറ്റാണ്. നമുക്ക് ലോങ് ടൂർസിലോ നൈറ്റ് റൈഡ്സിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടില്ല, കാരണം Gen 2 ഡ്യൂക്ക് 390 യൂസ് ചെയ്തവർക്കോ അല്ലെങ്കിൽ അത് കണ്ട് ശീലമുള്ളവർക്കോ അത് മനസ്സിലാവും അത്രത്തോളം ഓക്കെ ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പില്ലിയൻ കംഫോർട്ട് അത്രത്തോളം ബെറ്റർ അല്ല, നല്ലൊരു പില്ലിയനെ നമുക്ക് കൂളായിട്ട് ഇരുത്തി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് ഈ വാഹനത്തിന്. വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളിവിടെ കാണുന്നില്ല. പിന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ, അതായത് ഇതിൻ്റെ റൈവൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മൈലേജ് ഒരു വലിയ കൺസേൺ ആണ്. മൈലേജ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 40 km/ലിറ്റർ മൈലേജ് നമുക്ക് അത്യാവശ്യം മര്യാദയ്ക്ക് ഓടിച്ചാൽ കിട്ടും. ഒരു 4 RPMലൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു 6th ഗിയറിൽ ഓടിക്കുമ്പോൾ ഓക്കെയാണ്. ഇതിന് 6 ഗിയേഴ്സ് ഉണ്ട്, അപ്പോൾ അത് കുറച്ചുകൂടെ സ്മൂത്ത് റൈഡിങ്ങിന് ഗുണപ്പെടും, കുറച്ചുകൂടെ പവർഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ ടോർക്ക് ഉള്ളതുകൊണ്ട് തന്നെ 3rd ഗിയറിൽ നമുക്ക് കുറച്ച് ഉയരമുള്ള റോഡിലേക്കൊക്കെ കയറി പോകുമ്പോൾ നമുക്ക് ലാഗ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് ഗുണമാണ്. വണ്ടിക്ക് ഒരു പവർ ഉള്ളത്, ആ ഒരു ബേസിക് പവർ നന്നായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയൊക്കെയാണെന്ന് വണ്ടിയുടെ ഓവറോൾ ഒരു പെർഫോമൻസും. പിന്നെ മൈലേജ് 40 എന്ന് പറയുന്നത് അത്രയും നമ്മൾ കെയർഫുള്ളായിട്ട് ഓടിച്ചാലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 30-35 ഒക്കെയാണ് കിട്ടുന്നത്. മൈലേജാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, യമഹയുടെ വണ്ടിയിലേക്ക് പോവുക, MT-15 R15 നോക്കുക. പക്ഷേ ഒരു ഡ്യൂക്ക് എന്നുള്ള വണ്ടിയിൽ അല്ലെങ്കിൽ ഏറ്റവും മൈലേജ് ഉള്ള ഡ്യൂക്ക് കുറച്ചൊരു നല്ല ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, ഈ ഒരു മെഷീനോട് താല്പര്യമുള്ളവർക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഡ്യൂക്ക് 160 എന്ന് പറയുന്നത്. ഡ്യൂക്ക് 160യുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 1.7 lakhs ആണ് എക്സ്ഷോറും വരുന്നത്, ഏകദേശം 2.2 lakhsനടുത്താണ് ഇതിൻ്റെ ഓൺ റോഡ് വരുന്നത്. ആ ഒരു MT-15ഉം R15നേക്കാളും ഒരല്പം കൂടുതലാണ് എന്ന് മാത്രം പറയാൻ പറ്റും. എന്നാലും ഒരു ഡ്യൂക്കിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ലൈറ്ററായിട്ടുള്ള വേർഷനാണ്, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരു മോഡലാണ്, കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റാണ്. പ്രിഫർ ചെയ്യുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു മോഡലായിട്ട് തന്നെ പറയാം. കുറച്ചുകൂടെ സ്മൂത്തർ റൈഡാണ്, അധികം റെവിങ് ആയിട്ടുള്ളൊരു വണ്ടിയല്ല. അങ്ങനെയുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് നമുക്ക് പറയാൻ പറ്റും ഏറെക്കുറെ. അപ്പോൾ ഈ വണ്ടി നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ തന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്തുള്ള സാരഥി KTM ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ അവരുമായിട്ട് റിവ്യൂ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ വാഹനം വാങ്ങാൻ ഉദ്ദേശമുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അവരതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഏതായാലും അടുത്തൊരു എപ്പിസോഡിൽ പുതിയ വണ്ടിയുടെ വിശേഷങ്ങളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.
പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.